ഹലോ ഹായ് നമസ്കാരം 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. 5 സെക്കൻഡ്സ് വ്യൂവിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കയും പാകിസ്ഥാനും നാണം കെട്ടൊരു ദിവസത്തെക്കുറിച്ചാണ്. വർഷം 1971. അന്നത്തെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ പാകിസ്ഥാനിലെ കമ്പൈൻഡ് ജനത അവരുടെ ജനറൽ ഇലക്ഷനിൽ ഒരു ബംഗ്ലാദേശിയായ ഷെയ്ഖ് മുജിബുർ റഹ്മാനെയാണ് തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തത്. പക്ഷേ ഒരു ബംഗ്ലാദേശിക്ക് താങ്കൾ പൂർണ്ണ അധികാരം വിട്ടുകൊടുക്കില്ല എന്ന് പാകിസ്ഥാനിലെ പഞ്ചാബി ആർമിയും അവരുടെ ശിങ്കിടിയായ സുൾഫിക്കർ അലി ഭൂട്ടവും തീരുമാനിക്കുകയായിരുന്നു. അധികാര കൈമാറ്റം വൈകിയത് കണ്ട് മനംനൊന്ത ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അമാർ ബംഗ്ലോ, അമാർ സൊനാർ ബംഗ്ലോ, എന്റെ ബംഗ്ലാദേശ്, എന്റെ സ്വർണം കൊണ്ടുണ്ടാക്കിയ ബംഗ്ലാദേശിനെ വിട്ടുപോ പാകിസ്ഥാനിലെ പഞ്ചാബികളെ എന്ന് ആഹ്വാനം ചെയ്തത് കേട്ട് ദേഷ്യം വന്ന പാകിസ്ഥാനി പഞ്ചാബി ആർമി മുജിബുർ റഹ്മാനെ പിടിച്ച് ജയിലിലടയ്ക്കുകയായിരുന്നു ചെയ്തത്. ബംഗ്ലാദേശി നാഷണലിസ്റ്റുകൾ തെരുവോരങ്ങളിൽ ഇറങ്ങി സമരം ചെയ്തു. പക്ഷേ കരുത്തുകൊണ്ട് ജനങ്ങളെ നേരിടാൻ എന്നും പഠിച്ചിരിക്കുന്ന പാകിസ്ഥാനിലെ പഞ്ചാബി ആർമി നാഷണലിസ്റ്റ് ബംഗ്ലാദേശികളെ വെടിവെച്ചു കൊന്നും അവരുടെ സ്ത്രീകളെ പരക്കെ റേപ്പ് ചെയ്തുകൊണ്ടാണ് പ്രതികാരം ചെയ്തത്. ലക്ഷക്കണക്കിന് പാവപ്പെട്ട ബംഗ്ലാദേശികളാണ് അഭയം അഭയം ആശ്രയം തേടി ഇന്ത്യയിലേക്ക് ഓടി വന്നത്. അഭയം കൊടുക്കുവാനും മറിച്ച് പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിക്കുവാനും ഇന്ത്യയിലെ അന്നത്തെ അഡ്മിനിസ്ട്രേഷൻ കടുത്ത തീരുമാനമെടുക്കുമായിരുന്നു. നാഷണലിസ്റ്റ് ഫോഴ്സായി ബംഗ്ലാദേശിൽ വർക്ക് ചെയ്യുന്ന ബംഗ്ലാദേശി സ്വാതന്ത്ര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന മുക്തി വാഹിനിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും ഇന്ത്യൻ ആർമിയോട് ബംഗ്ലാദേശിലേക്ക് കയറിയിറങ്ങി പാകിസ്ഥാനി പട്ടാളത്തെ ചവിട്ടി പുറത്താക്കാനുമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അന്ന് തീരുമാനമെടുത്തത്. കരമാർഗം ഒരു സപ്പോർട്ടും ഈസ്റ്റേൺ പാകിസ്ഥാനിലേക്ക്, ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത പാകിസ്ഥാൻ കടൽ മാർഗം മാത്രമേ വരൂ എന്നറിയാമായിരുന്ന ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ ഒരു നേവൽ ബ്ലോക്കേഡിന് തീർത്തിരുന്നു. അതിന്റെ കുന്തമുനയായി നിന്നത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് കാരിയറായ INS വിക്രാന്ത് ആണ്. ഇതിനെ ചെറുക്കുവാനായിട്ട് പാകിസ്ഥാൻ ഇറക്കി കളിച്ചത് അവരുടെ വജ്രായുധമായ PNS ഖാസിയാണ്. 1964 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് വാങ്ങിയ PNS ഖാസി, അതിന്റെ യഥാർത്ഥ പേര് USS ഡയബ്ലോ, സ്പാനിഷിൽ അതിന്റെ അർത്ഥം ദ ഡെവിൾ, ചെകുത്താൻ എന്നാണ്. പാകിസ്ഥാൻ അത് സ്വന്തമാക്കുന്നതിന് മുമ്പ് തുർക്കിയിൽ കൊണ്ടുപോയി റിപ്പയർ ചെയ്തും റീഫർബിഷ് ചെയ്തും അതിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരുന്നു. ഒരു ടെക് ക്ലാസ്സിൽപ്പെട്ട ഡീസൽ ഇലക്ട്രിക് ഫാസ്റ്റ് അറ്റാക്ക് സബ്മറൈൻ ആയിരുന്നു PNS ഖാസി. ഇന്ത്യക്ക് അന്ന് അത്രയ്ക്ക് ശക്തിയുള്ള ഒരു സബ്മറൈൻ ഇന്ത്യൻ ആർസനലിൽ ഉണ്ടായിരുന്നില്ല. ഈ വ്യാമോഹം കൊണ്ടാണ് PNS ഖാസിയെ ഇറക്കി പാകിസ്ഥാൻ കളിക്കാൻ തയ്യാറായത്. അമിതാവേശത്താൽ നവംബർ 14, 1971 PNS ഖാസി അറേബ്യൻ സീയിലുള്ള പാകിസ്ഥാന്റെ പോർട്ട് കറാച്ചിയിൽ നിന്ന് 3000 കിലോമീറ്റർ സഞ്ചരിച്ച് ശ്രീലങ്കയിൽ വന്ന് ഡീസലും അടിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് പയ്യെ എത്തി. അവരുടെ ലക്ഷ്യം രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബേ ഓഫ് ബംഗാളിൽ ഇന്ത്യയുടെ നേവൽ ബ്ലോക്കേഡിന്റെ കുന്തമുനയായ INS വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയർ, അതിനെ ടോർപിഡോ ചെയ്ത് നശിപ്പിച്ചു കളയുകയും ഇന്ത്യയുടെ ഏറ്റവും വലിയ പോർട്ടായ വിശാഖപട്ടണത്തെ പ്രവർത്തനരഹിതമാക്കുക, മൈനുകൾ വിതറി പ്രവർത്തനരഹിതമാക്കുക. INS വിക്രാന്ത് അന്ന് സ്റ്റേഷൻ ചെയ്തിരുന്നത് പോർട്ട് ബ്ലെയറിലായിരുന്നു. അമിതാവേശത്തോടെ ബേ ഓഫ് ബംഗാളിലേക്ക് എത്തിയതും ഉറച്ച വിശ്വാസമായിരുന്നു പാകിസ്ഥാനികൾക്ക് ഇന്ത്യയുടെ നേവൽ ബ്ലോക്ക് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചു കളയുമെന്നും ഇന്ത്യൻ INS വിക്രാന്ത് കടലിൽ മുങ്ങിപ്പോവുമെന്നും. പക്ഷേ ഡിസംബർ 4 രാത്രി കഴിഞ്ഞ് പുലർച്ചെ ആയതോടുകൂടി 1971 ഡിസംബർ 4 നൈറ്റ് കഴിഞ്ഞ് വന്ന പത്രങ്ങൾ ഇങ്ങനെ എഴുതി: അവിശ്വസനീയം, ബംഗാൾ ഉൾക്കടലിൽ PNS ഖാസി ഒരു പൊട്ടിത്തെറിയോടുകൂടി ചേർന്ന് 71 സെയിലർമാരെയും കൂട്ടിച്ചേർന്ന് ബംഗാൾ ഉൾക്കടലിലേക്ക് മുങ്ങിപ്പോയെന്ന്. നാണം കെട്ടുപോയി പാകിസ്ഥാൻ. കാരണം ഒരു നേവൽ ബ്ലോക്കേഡ് തകർക്കാൻ പാകിസ്ഥാന്റെ ആർസനലിൽ PNS ഖാസി ഉണ്ടെന്നും അവൻ ഇവിടേക്ക് ഊളിയിട്ടെത്തുമെന്നും ഇന്ത്യൻ നേവൽ ഓഫീസേഴ്സ് എന്നേ മനസ്സിലാക്കിയിരുന്നു. അതിനുവേണ്ടി അവർ ഏർപ്പെടുത്തിയത് ഇന്ത്യയുടെ രജപുത്രനായ INS രാജ്പൂത് എന്ന യുദ്ധക്കപ്പലിനെയാണ്. ഒരൊറ്റ നിർദ്ദേശം മാത്രമേ INS രാജ്പൂത്തിന് ഇന്ത്യൻ നേവി ഓഫീസേഴ്സ് കൊടുത്തിരുന്നുള്ളൂ: ബേ ഓഫ് ബംഗാളിൽ PNS ഖാസി കാലുകുത്തിയാൽ അവനെ ആവട്ട വെച്ച് തീർത്തിരിക്കണം. ഡിസംബർ 4 രാത്രി INS രാജ്പൂത്ത് വിശാഖപട്ടണം പോർട്ടിനടുത്ത് വെച്ച് PNS ഖാസിയെ കണ്ടുപിടിക്കുകയും അതിന്റെ നെറുകന്തലയിലേക്ക് 2 ഡെപ്ത് ചാർജർ എറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതിനേക്കാൾ മുമ്പ് ഒരൊറ്റ പൊട്ടലോടുകൂടി 71 സെയിലർമാരെയും കൂട്ടി PNS ഖാസി ബംഗാൾ ഉൾക്കടലിൽ നാമാവശേഷമായി പോയി. ഇത് പാകിസ്ഥാനികളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ആഘാതം എത്രയായിരുന്നു എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് 12 ദിവസത്തിന് ശേഷം ഡിസംബർ 16 1971 ഈസ്റ്റേൺ പാകിസ്ഥാൻ, ഇന്നത്തെ ബംഗ്ലാദേശിൽ അവരുടെ 1 ലക്ഷം പഞ്ചാബി ആർമി മിലിറ്ററി ഇന്ത്യൻ ആർമിയുടെ മുമ്പിൽ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു രാജ്യം ആദ്യമായിട്ടാണ് മറ്റൊരു രാഷ്ട്രത്തിന് മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നത്. അമേരിക്കയും പാകിസ്ഥാനും യഥാർത്ഥത്തിൽ നാണം കെട്ടുപോയി. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ എന്നും ആയുധം കൊടുത്ത് സഹായിക്കുന്ന അമേരിക്കയും
ഇന്ത്യക്കെതിരെ ജിഹാദ് ചെയ്യാമെന്ന് വിശ്വസിച്ചിരുന്ന പാകിസ്ഥാനും നാണം കെട്ടുപോയ ദിവസം, ഇന്ത്യൻ നേവിയുടെ കരുത്തറിഞ്ഞ ദിവസം. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് 5 seconds വ്യൂ.